പിഗ്മെന്റേഷൻ ഉള്ളവർ സ്കിന്നിൽ കുറച്ചുകൂടി ഗ്ലോ കിട്ടുമെന്ന് കരുതി കുറച്ച് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ 15 ദിവസം കൂടുമ്പോഴും 30 ദിവസം കൂടുമ്പോഴും ബ്ലീച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിനകത്ത് അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയാണ് ബ്ലീച്ചിൻ്റെ കണ്ടന്റ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ലഭിക്കുമെങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് ആ പിഗ്മെന്റേഷൻ ഇരട്ടിയായി തിരിച്ചു വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് ബ്ലീച്ച് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചിലർ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യുന്നതായി കാണുന്നു. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാതെ വീക്ക്ലി 2 ടൈംസ് ഒക്കെ സ്ക്രബ് ചെയ്യുന്നത് സ്കിന്നിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ മൂന്നാമത് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും പുതിയ പുതിയ ഹോം റെമഡീസ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വീക്ക്ലി 2 ടൈംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വില കൂടിയ പ്രോഡക്റ്റുകളും നൈറ്റ് കെയർ ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഡേ ടൈമിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു SPF യൂസ് ചെയ്യുകയല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര വില കൂടിയ ക്രീം നൈറ്റ് കെയർ ആയിട്ട് യൂസ് ചെയ്താലും ഡെയിലി സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്ഷമയില്ലായ്മയാണ്. നമ്മൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് പിറ്റേന്ന് തന്നെ കിട്ടണം എന്നാണ് നമ്മളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാതെ ആ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. ഇതുപോലുള്ള ടിപ്സിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.